മറ്റു വാർത്തകളിലേക്ക്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കരുതെന്ന് മുസ്ലിം ലീഗ് അനുകൂല അധ്യാപക സംഘടനകൾ. മലബാറിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് തന്നെ നിലനിർത്തണം. വകുപ്പ് വിട്ടുകൊടുത്താൽ ന്യൂനപക്ഷാവകാശങ്ങൾ അട്ടിമറിക്കപ്പെടുമെന്നും വിവിധ അധ്യാപക സംഘടനാ നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. സലാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സലാം, മുൻകാലങ്ങളിൽ ലീഗ് തന്നെയാണ് വിദ്യാഭ്യാസത്തിനൊപ്പം ഉന്നത വിദ്യാഭ്യാസവും കയ്യിൽ വെച്ചിരുന്നത്. ഇപ്പോൾ ഇതാദ്യമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് കൊടുക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ UDF-നകത്ത് ഉയരുന്നത്. കോൺഗ്രസ് ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. അതിൽ തട്ടിയാണ് ഇപ്പോൾ വകുപ്പ് വിഭജനം അടക്കം നീളുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ അധ്യാപക സംഘടനകൾ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ആവശ്യത്തിന്റെ അടിസ്ഥാനമായി അവർ പറയുന്ന വിഷയങ്ങൾ എന്താണ്? പ്രധാനമായും മലബാറിലെ വിദ്യാഭ്യാസ മേഖലയിലെ പിന്നാക്കാവസ്ഥ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് പരിഹാരം കാണാൻ കഴിഞ്ഞ UDF സർക്കാരുകളാണ് ശ്രമിച്ചിരുന്നത്. കഴിഞ്ഞ LDF സർക്കാരുകളൊന്നും തന്നെ ഇതിനൊരു പരിഹാരം കാണാനോ ഈ മലബാറിലെ സീറ്റ് വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടാനോ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ഈ ലീഗ് അനുകൂല അധ്യാപക സംഘടനകളുടെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് മുസ്ലിം ലീഗ് തന്നെ ഇത്തവണയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കയ്യിൽ വെക്കണം. ഈ മലബാറിലെ പിന്നോക്കാവസ്ഥക്ക് അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവായ തീരുമാനമെടുക്കാൻ ലീഗ് തന്നെ കയ്യിൽ വെക്കണം എന്നുള്ളതാണ് ഈ അധ്യാപക സംഘടന നേതാക്കളുടെ ആവശ്യം. 79 അംഗ അധ്യാപക സംഘടനയുടെ വിവിധ അധ്യാപക സംഘടനയുടെ നേതാക്കളാണ് ഈ പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ വിവിധ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരടക്കം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ PMC ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കേണ്ടി വരും. അങ്ങനെ ഒരു സമ്മർദ്ദം ലീഗിന് മുന്നിൽ വരികയും അത് ഒരുപക്ഷെ അതൊരു ട്രാപ്പായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ലീഗ് മുൻഗണന നൽകേണ്ടതെന്നും ഈ അധ്യാപകരും അധ്യാപക സംഘടനാ നേതാക്കളും ആവശ്യപ്പെടുന്നുണ്ട്. ശരി.